അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് മെക്സിക്കോയിൽ നിന്ന് നാട്ടിലേക്ക് പോകണം വെക്കേഷൻ. ഇവിടുന്ന് നമ്മൾ കൊച്ചി വരെ എത്തണമെങ്കിൽ ഏകദേശം ഒരു 48 മണിക്കൂർ യാത്രയുണ്ട്, ലേവറെല്ലാം ചേർത്ത്. അപ്പോൾ യാത്രയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, ഞങ്ങളിങ്ങോട്ട് വന്നപ്പം ഞങ്ങൾ 2 പേരേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വെച്ചൊരു വാവയുണ്ടായി. അപ്പം ഒക്കെ ഇപ്പോൾ 7 മാസമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് നാട്ടിലേക്ക് പോകാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് വാവയെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ മെക്സിക്കോ സിറ്റി എയർപോർട്ടിലെത്തി. പിന്നെ ഒരു 3:30 ഫ്ലൈറ്റ്. ഒരു 4 മണിക്കൂറോളം ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ എയർപോർട്ടിലെത്തുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, കൊച്ചിത്രയും നേരം എങ്ങനെ ഫ്ലൈറ്റിലൊക്കെ ആയിട്ട് ഇരിക്കും, വഴക്കുണ്ടാക്കുമോ, അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു ടെൻഷനായിരുന്നു. കൊച്ചി കൂട്ടത്തിലുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു. അധികം ക്യൂ ഒന്നും നിൽക്കണ്ട, നമ്മളെ ഫസ്റ്റ് തന്നെ അവർ കയറ്റി വിടും. ഈശുബി അവളുടെ ഫസ്റ്റ് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയുണ്ടോ. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫ്ലൈറ്റ് കയറിയിട്ടാണ് കൊച്ചി വരാൻ തുടങ്ങി. പിന്നെ ഈ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ വേരിയേഷൻ കാരണം പിള്ളേർ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന തൊട്ടും മടി കൊച്ചിന് പാൽ കൊടുത്താൽ മതി എന്നൊക്കെ ആദ്യം യൂട്യൂബ് ചാനൽ നോക്കി കണ്ടുപിടിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ എടുക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് പാൽ കൊടുക്കാൻ ശ്രമിച്ചവൾ പാൽ കുടിച്ച് സെറ്റായിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് എടുക്കാനൊക്കെ ഡിലേ ആയി. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈം കോഫിൻ സമയം തൊട്ട് അവൾ കരച്ചിലായിരുന്നു. നമ്മുടെ കേക്ക് ഫീഡ് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇസ്താംബുൾ എയർപോർട്ടിലെത്തി. ഇവിടെ ഞങ്ങൾക്ക് ഏകദേശം 10 മണിക്കൂറോളം ലേ ഓവറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഡൽഹിക്കുള്ള അടുത്ത ഫ്ലൈറ്റ്. അങ്ങനെ എയർപോർട്ടിൻ്റെ അകത്ത് കയറി. ഒത്തിരി വലിയൊരു എയർപോർട്ടാണ്. ഈ ലോകത്തിൻ്റെ സംഗമ സ്ഥലം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മിനിറ്റിൽ ഇവിടെ ഒരുപാട് ഫ്ലൈറ്റുകൾ വരുന്നതും പോകുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളും ശരിക്കും എയർപോർട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് ഒരു മോൾ പോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉൾവശമൊക്കെ കണ്ടാൽ ഫീൽ ചെയ്യുക. ഈ 10 മണിക്കൂർ ലേ ഓവർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടർക്കിഷ് എയർലൈൻസ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു.
അങ്ങനെ 10 മണിക്കൂറത്തെ ലേവറിന് ശേഷം ഞങ്ങൾ ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറി. ഡൽഹി ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് ഈ ബാസിനറ്റ് സീറ്റ് അല്ലായിരുന്നു. ഞാൻ നോക്കി, പക്ഷെ അത് അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡൽഹി എത്തി. ഇതിപ്പോൾ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റിൻ്റെ വീഡിയോ ആണ് കാണുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ വീഡിയോസും ഡൽഹി എയർപോർട്ടിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് അവിടെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചി മെക്സിക്കൻ സിറ്റിസൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫിൽ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ വീഡിയോ, അതും ലേവർ 2 മണിക്കൂറുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സമയം കിട്ടിയില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് അധികം സമയമില്ലാത്തത് 3 മണിക്കൂറിനുള്ളിൽ കൊച്ചി എത്തി. ഇത് ഞങ്ങളുടെ ഫാമിലിയാണ്. അപ്പം പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വീഡിയോ ആണ്. ഞങ്ങൾ 2.5 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ നാട്ടിൽ കൂട്ടത്തിൽ വീട്ടിൽ എല്ലാവരും ഹാപ്പിയായിട്ട്, ഭയങ്കര ഹാപ്പിയായിരുന്നു എല്ലാവരും. ഞങ്ങൾ വെൽക്കം ചെയ്യുന്ന വീഡിയോ ആണ്. എല്ലാവരും വിഷു ബേബീനെ കാണാൻ എക്സൈറ്റഡ് ആയിരുന്നു. വീഡിയോ എപ്പോഴും മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് നേരിൽ കണ്ട എനിക്ക് സന്തോഷമാണ് എല്ലാവരും. വിഷുവാണ് എല്ലാവരെയും കണ്ടപ്പോൾ അന്തിച്ചത്. ഇത്രയും പേര് അവളെ മാറി മാറി എടുക്കുന്ന കണ്ടപ്പോൾ എന്താളിച്ച് നിൽക്കുക. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് വിശേഷങ്ങളുമായി പിന്നെ കാണാം.